നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. രാജാവ് ബഹുമാനിപ്പാനിരിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടത് എന്ന് രാജാവ് ചോദിച്ചപ്പോൾ ഒരു കാര്യം നമുക്കവിടെ മനസ്സിലായി. രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന വ്യക്തിക്കു വേണ്ടി രാജാവ് വച്ചിരിക്കുന്ന മാന്യതയല്ല, അതിനപ്പുറത്തായിട്ട് അവനെ എതിർക്കുന്ന, അവനെ അനുകൂലിക്കാത്ത, അവനെ വെറുക്കുന്ന ശത്രുതാ മനോഭാവമുള്ള വ്യക്തികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന. രാജാവ് ചോദിക്കുന്ന ചോദ്യം വ്യക്തമാണ്. രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടത് എന്ന ചോദ്യത്തിന് അതിൻ്റെ വിവരണങ്ങളെല്ലാം ഹാമാൻ കൊടുക്കുമ്പോൾ എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്ന, രാജാവ് പറയുന്ന വാക്ക് വളരെ അത്ഭുതകരമായ വാക്കാണ്. 1, നീ വേഗം ചെല്ലുക. 2, നീ പറഞ്ഞതുപോലെ തന്നെ കൊണ്ടുവരിക. എന്തൊക്കെ റിക്വയർമെൻ്റാണ്, എന്തൊക്കെ ഫെസിലിറ്റീസാണ്, എന്തൊക്കെ ഔദ്യോഗികമായ മാന്യതകളാണ് നീ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്, നീ പറഞ്ഞതുപോലെ തന്നെ കൊണ്ടുവരിക. എന്നിട്ട് അവിടെയാണ് ഹാമാൻ്റെ ചിന്തയും ആഹാൻ്റെ നിഗളവും ഹാമാൻ്റെ അഹങ്കാരവും ഒക്കെ ഒതുങ്ങുന്ന ഒരു വാക്ക്. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് രാജപടിവാതിക്കലിരിക്കുന്ന യഹൂദനായ മൊർദെഖായിക്കൊക്കെ അങ്ങനെയൊക്കെയും ചെയ്തു കൊടുക്കുക. അവിടെ കൂടെ നിർത്തിയില്ല, ഒരു വാക്കൂടെ പറഞ്ഞാണ് രാജാവ് അവസാനിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്, നീ പറഞ്ഞതിലൊന്നും കുറച്ച് കളയരുത്. അവനെ നീ പറഞ്ഞതിലൊന്നും കുറച്ച് കളയരുത്. നീ എന്തൊക്കെയാണോ പറഞ്ഞത് അതിലൊരു വാക്കുപോലും, ഒരു വള്ളി പുള്ളി വിടാതെ നീ പറഞ്ഞത് മുഴുവനും അതുപോലെ മൊർദെഖായിക്ക് ചെയ്തു കൊടുക്കുക. രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷനു വേണ്ടി രാജാവ് ഒരുപക്ഷെ ആഗ്രഹിച്ചതും അത് തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണ് രാജാവ് പറഞ്ഞത്, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക, അങ്ങനെയൊക്കെയും ചെയ്യുക. അതിൽ നീ പറഞ്ഞതിലൊന്നും കുറച്ച് കളയരുത്. ദൈവം ഒരു മനുഷ്യനെ ബഹുമാനിക്കുവാൻ, ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ആദരിക്കുവാൻ, ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഭക്തനെ ആദരിക്കുവാൻ, ഒരു ഭക്തനെ മാനിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് ദൈവം ചെയ്യുന്നത് എൻ്റെയും നിങ്ങളുടെയും പദവിയിലല്ല. ദൈവം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പദവിയിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് ഞാൻ അഡീഷണലായി ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അവൻ തരുമ്പോൾ അവൻ്റെ ധനത്തിൽ നിന്നല്ല, അവൻ്റെ ധനത്തിനൊത്തവണ്ണമായിരിക്കും. ദൈവം ചെയ്യുമ്പോൾ മാനിക്കുവാൻ, ഉയർത്തുവാൻ, നമ്മളെ ശ്രേഷ്ഠന്മാരാക്കി നിർത്തുവാൻ ദൈവം തരുന്നത്, ദൈവം മാനിക്കപ്പെടുന്നത്, ദൈവത്താൽ മാനിക്കപ്പെടുന്നത് അത് ദൈവത്തിൻ്റെ പദവിയിൽ നിന്നുകൊണ്ടാണ്. ഈ പകൽ ദൈവം നമുക്ക്, ഈ പ്രഭാതവും ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കാം. ദൈവത്തിൻ്റെ പദവികൾ ഏറ്റുവാങ്ങാം, വിടുതലുകൾ ഏറ്റുവാങ്ങാം. ദൈവം നമ്മെ മാനിക്കട്ടെ. ദൈവം